ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു എക്സാം വ്ലോഗ്. എക്സാമിൻ്റെ മുന്നേ ഞാൻ കഷ്ടപ്പെട്ട് ദുരിതം സഹിച്ച് പഠിക്കണത് ഒരു ദിവസം എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോൾ നീച്ചു, ബ്രഷ് ചെയ്തു. ഇനി നമ്മൾ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ലൈബ്രറി പോകണം. അതിന് മുന്നേ ഒന്ന് ഓഫീസിൽ പോകണം, ഒരാവശ്യമുണ്ട്. ഞാൻ എന്താണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്യാം, അതൊന്ന് ഉറപ്പാവട്ടെ. എന്നിട്ട് അതിന് ശേഷം ലൈബ്രറി പോകണം, ഫുൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫുൾ ഡേ ജേർണി നമുക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ പോയി വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഇവിടെ റൂമിൻ്റെ തൊട്ട് അടുത്തല്ല ഫിൽറ്റർ, കുറച്ച് നടക്കണം ഫിൽറ്ററിലേക്ക്. അപ്പോൾ ഫിൽറ്ററിലേക്ക് നടന്ന് പോയിട്ട് വേണം വെള്ളം നിറയ്ക്കാൻ. അപ്പോൾ ഈ ചൂടത്ത് എല്ലാവരും മാക്സിമം ഒരു എത്ര കണക്ക് പോലും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഒരു 8 ലിറ്റർ നമ്മൾ സാധാരണ പറയാറ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ കുടിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനോ ഡീഹൈഡ്രേഷനും അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും വരും. അപ്പം വെള്ളം മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇതാ ഫിൽറ്റർ എത്തി, വെള്ളം നിറയ്ക്കട്ടെ. രാവിലെ തന്നെ ഞാൻ ഹാഫ് ബോട്ടിൽ വെള്ളം കുടിച്ചു. അതിൽ കൂടെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മൾക്കൊരു ഫ്രഷ്നെസ് തോന്നും രാവിലെ തന്നെ കുറേ വെള്ളം കുടിക്കുമ്പോൾ. ഞാനിതൊന്നും ചെയ്യാറില്ല, എനിക്ക് മടിയാവാറുണ്ട്. പക്ഷെ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ദിവസങ്ങളൊക്കെ പോയി എടുക്കും. അങ്ങനെ എന്നും പോയി എടുത്തത്. അപ്പം ബാഗ് പാക്ക് ചെയ്യാൻ ഞാൻ ബുക്സൊക്കെ വെക്കാം. ഫസ്റ്റ് 2 സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ 2 സബ്ജക്റ്റിൻ്റെ ബുക്സ് വെക്കാം. അങ്ങനെ ക്ലാസ്സിന് പോകാൻ ഓൾറെഡി ആയി. ക്ലാസ് ഉണ്ട് 9:40 അതിന് മുന്നേ ഓഫീസിൽ പോകണം. 2 പേരുടെ ക്ലാസ് ഉള്ളൂ ഇന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ലാബ് അവറാണ്. ഞങ്ങൾക്ക് ലാബ് തീർന്നുകൊണ്ട് ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ആ സമയം വേണം നമുക്ക് ലൈബ്രറി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാം റെഡി, ബാഗൊക്കെ എടുത്തു. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് എന്തിടുന്ന ആലോചിച്ച് ഞാൻ കുറേ ഡ്രസ്സ് അങ്ങോട്ടും തിരിച്ചിട്ട് ലാസ്റ്റ് ഒരു കറുപ്പൻ എടുത്തിട്ട് എൻ്റെ ബുദ്ധി വിമാനമല്ല റോക്കറ്റ്. ഇനി റൂം പൂട്ടി ഇറങ്ങട്ടെ, ബൈ. ഞാനങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ സെമിനാർ ഹാളിലേക്ക് പോയി. അവിടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോക്കിന് വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം. എന്നിട്ട് സെമിനാർ കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അങ്ങനെ ലൈബ്രറിയിലെത്തി. ലൈബ്രറിയിൽ ഈ സ്റ്റാൻഡിൽ നമ്മൾ ബാഗ് വെച്ചിട്ട് നമുക്ക് വേണ്ട ബുക്ക് മാത്രം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുക. ലൈബ്രറിയുടെ ഉള്ളിൽ നല്ല തണുപ്പാണ് പുറത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനൊരു 5 മിനിറ്റ് ഫോൺ നോക്കി. എന്നിട്ട് കുറച്ച് നേരം ഞാൻ പഠിച്ചു. ഞാൻ ലൈബ്രറി പഠിക്കാൻ പോയി. ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്നു പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഉറക്കം വന്നിട്ടേ, ഞാൻ ഫുഡ് കഴിച്ച പാടെ പോയതുകൊണ്ട് എനിക്ക് ഉറക്കം തോന്നിയപ്പോൾ ഞാൻ വേഗം റൂമിൽ വന്ന് ഒരു 1.5 മണിക്കൂർ കിടന്നുറങ്ങി. ഒരു 4 മണിയായപ്പോൾ നീച്ചു. ഇപ്പോൾ ദാ നീച്ചതിന് ശേഷം നമ്മൾ ഉണർന്ന എന്തെങ്കിലും കഴിക്കണമല്ലോ. പൊട്ടേറ്റോ ബിസ്ക്കറ്റ് 50-50യുടെ പൊട്ടേറ്റോ ബിസ്ക്കറ്റ് കഴിച്ചു. ഇതിനകത്ത് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബട്ടർ ബ്രെഡാണ് അതിങ്ങനെ വെച്ചിട്ട്, നല്ല കോമ്പിനേഷൻ അല്ലേ. ഈ ഹോസ്റ്റലിലുള്ള ആൾക്കാർ ഇങ്ങനെ പുതുതൊക്കെ കണ്ടുപിടിക്കും, അല്ല വീട്ടിലുള്ളവരും കണ്ടുപിടിക്കും. ഇങ്ങനെ വിയേർഡ് കോമ്പോസ്. ഇതത്ര വിയേർഡല്ല, ചിലവർ നല്ല വിയേർഡ് കോമ്പോസ് കഴിക്കാൻ കാണാറില്ലേ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അച്ചാർ എന്തൊക്കെ മിക്സ് ചെയ്ത് പഴം കൂട്ടി എന്തൊക്കെ സാധനങ്ങൾ. പക്ഷേ അങ്ങനെ ചിലതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രെഡ് ഒരു പ്ലെയിൻ ടേസ്റ്റ് അല്ലേ, ഇതൊരു ബട്ടർ ബ്രെഡാണ്. അപ്പം അതിൻ്റെ കൂടെ നല്ലൊരു സ്പൈസി സാധനം. എന്നിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ലാപ്പ് ബുക്കൊക്കെ എടുത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പം പഠിക്കട്ടെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അതിനുശേഷം വിശന്നപ്പം നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. എന്നിട്ട് രാത്രിത്തെ ഫുഡ് മസാല ദോശയും കോഫിയും കുടിച്ചു. എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി. ഫുഡ് എപ്പോഴും ഒരു ഹാപ്പി മെഡിസിനാണ്. പിന്നെ അതിന് ശേഷം ഞാനൊരു കോപ്പിക്കോയും വയലിട്ട് വീണ്ടും പഠിക്കാനിരുന്നു. വീണ്ടും കുറേ നേരം പഠിച്ചു. അപ്പോഴേക്കും കറണ്ട് പോയി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പഠിച്ച് പഠിത്തമൊക്കെ നിർത്തി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങാൻ പോവാണ്. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ.